ഹായ് സുഹൃത്തുക്കളെ, ഗീതു സ്റ്റോറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിർത്താതെയുള്ള ഫോൺ കോളുകൾ നവാസിന് വന്നുകൊണ്ടേയിരിക്കുന്നു. വല്ലാതെ അസ്വസ്ഥനാകുന്നത് കണ്ട് കൂടെയുള്ള ഷാജി ചോദിച്ചു, എന്തു പറ്റിയടാ? നിനക്ക് എന്തു പറ്റി? നീ വരുമ്പോഴുള്ള സന്തോഷമൊന്നും നിന്റെ മുഖത്തിപ്പോൾ ഇല്ലല്ലോ. എന്താ പറ്റിയത്? അതല്ലടാ, വീട്ടിൽ നിന്ന് നാസിലയാണ് വിളിക്കുന്നത്. ആ, എനിക്ക് തോന്നി നിന്റെ ഭാര്യ തന്നെയാണ് നിന്നെ വിളിക്കുന്നതെന്ന്. അല്ലാതെ നിന്നെ ആരും ഇങ്ങനെ ശല്യം ചെയ്യില്ലല്ലോ. തിരിച്ചു വിളിച്ച് 4 തെറി അങ്ങോട്ട് പറയടാ, അപ്പോൾ കൂടുതൽ ഇങ്ങോട്ട് വിളിക്കില്ല. ഓ, അതൊക്കെ മോശമാണടാ. അതൊന്നും വേണ്ട, നമ്മുടെ കാര്യം കഴിഞ്ഞു പോകുമ്പോൾ എടുത്തുകൊള്ളാം. അവൾ അങ്ങനെ വിളിച്ചോട്ടെ കിടന്ന്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? നവാസ് പറഞ്ഞു. നിനക്കറിയാമോ, ഞാൻ അതാണ് പെണ്ണ് കെട്ടാത്തത്. ഇപ്പോൾ മനസ്സിലായോ? ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ഒരു തേയിലത്തോട്ടം വാങ്ങുമോടാ? അവൾ വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. പുലർച്ചെ എനിക്ക് ദുബായിലേക്ക് പോകണം. രാവിലെ 5:30 കരിപ്പൂരിൽ നിന്ന് എൻ്റെ ഫ്ലൈറ്റ്. ഞാനൊരു പ്രവാസിയല്ലേടാ. ഞാൻ വന്നിട്ട് 30 ദിവസമായി. ഈ ഒരു മാസത്തിൽ ഞാൻ അവളുടെ അവിടെ കഴിഞ്ഞത് വെറും 6 ദിവസം മാത്രമാണ്. നിനക്കറിയാമോ, ഈ കൂട്ടുകാരും കൂട്ടുകെട്ടുകളും കൊണ്ട് ദിവസവും വീട്ടിൽ നിന്നിറങ്ങും. ഒന്നില്ലെങ്കിൽ രാത്രി ചെല്ലും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചെല്ലും, ഇല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് ചെല്ലും. അങ്ങനെ ദിവസം പോയത് ഞാൻ അറിഞ്ഞതേയില്ല. അപ്പോൾ ഇന്നത്തെ രാത്രി അവളുടെ കൂടെ കഴിഞ്ഞിട്ട് രാവിലെ 5:30 പുലർച്ചെ പോകാമെന്ന് കരുതി. ആ, അതൊക്കെ നീ പറയുന്നത് ശരിയായിരിക്കും. പക്ഷേ നീ ഒന്ന് ഓർത്തു നോക്ക് നവാസേ. നീ ദുബായിൽ പോയി 1 വർഷം കഷ്ടപ്പെട്ട് ജോലിയൊക്കെ എടുത്ത് നിന്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും നോക്കിയിട്ട് നീ ഒരു 30 ദിവസം ലീവിന് നാട്ടിൽ വരുമ്പോൾ നിനക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെന്റ്? നീ അത് അങ്ങനെ കണ്ടാൽ മതിയടാ. ദിവസവും ചോറല്ലേ തിന്നുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഒരു ബിരിയാണിയും തിന്നടാ. നല്ല ദം ബിരിയാണി ഇപ്പോൾ എത്തും. നല്ല അടിപൊളി പെണ്ണാണ്. അതും പറഞ്ഞ് ചിരിച്ചു ഷാജി. നല്ല ഫ്രഷാണ്. നമ്മുടെ ഓട്ടോക്കാരൻ സദാശിവനണ്ണൻ കൊണ്ടുവരുന്നതാ. ഒരാഴ്ച മുന്നേ എനിക്ക് വാട്സപ്പിൽ വിട്ടു തന്നിരുന്നു ഒരു പെണ്ണിൻ്റെ ഫോട്ടോ. ഞാൻ നിനക്ക് ഇന്നലെയാണ് അത് വിട്ടു തന്നത്. എങ്ങനെയുണ്ട്? നീ കണ്ടതല്ലേ സംഭവം? ആ, എല്ലാം ഞാൻ കണ്ടതാണ്. കണ്ടിട്ട് ഒഴിവാക്കാനും തോന്നുന്നില്ല. പക്ഷേ നാസിലെ ആലോചിക്കുമ്പോൾ മനസ്സിലൊരു കുറ്റബോധവും അതെന്നെ വേട്ടയാടുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോയാലോ? ഇന്നിനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ എനിക്ക്. കരിപ്പൂരിൽ നിന്നല്ലേ ഫ്ലൈറ്റ്. പുലർച്ചെ ഞാൻ വീട്ടിൽ പോയാലോ? ഇനി ഞാൻ 1 വർഷം കഴിയണ്ടേ അവളെ കാണണമെങ്കിൽ? ഞാൻ പറയുന്നത് നീ ആദ്യം മനസ്സിലാക്കടാ നവാസേ. ഈ പെണ്ണ് എല്ലാ ആളുകളുടെയും കൂടെ പോകുന്ന ഒരു വ്യക്തിയല്ല. ഇതാണെങ്കിൽ ഒരു 20 വയസ്സേ ആയിട്ടുള്ളൂ. ഇനി ഒരു ചാൻസ് നമുക്കിനി പിന്നെ കിട്ടത്തില്ല കേട്ടോ മോനെ. നവാസിന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തുകൊണ്ടിരുന്നു. വൈബ് തന്നെയാണ്. ഫോൺ അവൻ ബിസിയാക്കി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അവനത് എടുത്തു നോക്കി. ഇക്കാ, നിങ്ങളിത് എവിടെയാണ്? എന്താണ് ഇക്കാ നിങ്ങൾ ഫോൺ എടുക്കാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇക്കാ? നിങ്ങൾ പോയാൽ ഇനി 1 വർഷം കഴിയത്തില്ലേ വരാൻ? ഇന്ന് നിങ്ങൾക്ക് എങ്ങോട്ടും പോകരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ. പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റ് നിങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞതല്ലേ. എൻ്റെ ഇക്കായ്ക്ക് ഇഷ്ടമുള്ള തേങ്ങാ ചമ്മന്തിയും ചോറും ബീഫ് വരട്ടിയതും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനും മക്കളും കാത്തിരിക്കുകയാണ്. ഉപ്പ പോകുന്നതുകൊണ്ട് 2 മക്കളും ഉറങ്ങാതെ കാത്തിരിക്കുന്നു. മറുപടി ഒരു വോയിസ് ആയിട്ട് വാട്സപ്പിൽ കൊടുക്കാമെന്ന് കരുതി ഫോൺ എടുത്ത് വോയിസ് പറയാൻ നേരത്താണ് സദാശിവൻ ഷാജിയെ വിളിക്കുന്നത്. നവാസെ, നീ മിണ്ടാതെ നിൽക്ക്. നാണ്ടെ സദാശിവൻ വിളിക്കുന്നു. ഞാനൊന്ന് സംസാരിക്കട്ടെ, നീ ആ ഫോണിൽ വന്നേ. ഇതും പറഞ്ഞ് ഷാജി നവാസിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ആക്കി. കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്നവരാണ് നവാസും ഷാജിയും. നാട്ടിൽ ഷാജിയെക്കുറിച്ച് അത്ര മതിപ്പൊന്നുമില്ല. നാട്ടുകാർക്ക് രാവിലെ മമ്മദ് ഖാന്റെ ചായക്കട തുറക്കുന്നത് തന്നെ ഷാജിയുടെ കുറ്റം പറഞ്ഞിട്ടാണ് ആളുകൾ. നാട്ടുകാർ തന്നെ ഷാജിക്കൊരു പേര് വിട്ടു, മാമൻ ഷാജി. കാരണം പെണ്ണുപിടിയും കള്ളുകുടിയും ചീട്ടുകളിയും എല്ലാം ഉണ്ട് ഷാജിക്ക്. ആ ശീലം അറിയാവുന്ന ഒരാളും ഷാജിക്ക് പെണ്ണ് കൊടുക്കില്ല. അതുകൊണ്ട് ഷാജിക്ക് വയസ്സ് 40ആയി. ഷാജിയോട് ഒരുപാട് കടപ്പാടുകളുണ്ട് നവാസിന്. അതിന് കുറച്ച് കാരണങ്ങളുമുണ്ട്. നവാസിന്റെ ഭാര്യ നാസില ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകളാണ്. 9 ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങൾ. കുന്നേൽ തറവാട്, പേരും പ്രസക്തിയുമുള്ള തറവാട്. നവാസ് ആണെങ്കിലോ അന്നത്തെ കാലത്ത് അവിടെ ഒരു ബസ്സിൽ ക്ലീനറായി ജോലി ചെയ്തു വരികയായിരുന്നു. നാസില എന്നും കോളേജിൽ പോവുകയും വരുന്നതും നവാസിന്റെ ബസ്സിലാണ്. ഒരു ദിവസം ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ആളുകൾ സ്റ്റോപ്പിൽ നിന്ന് കയറിക്കൊണ്ടേയിരുന്നു. ബസ് അങ്ങനെ നിറഞ്ഞു. സ്ഥിരമായി പെണ്ണുങ്ങളുള്ള ഭാഗത്ത് പോയി വായിൽ നോക്കി നിൽക്കുന്നതും അതുപോലെ തന്നെ
ബസ്സിലെ പെണ്ണുങ്ങളെ തോണ്ടിയും ജാക്കി വെക്കുന്നവനുമായ റഷീദ് അന്ന് ബസ്സിൽ കയറി. നല്ല തിരക്കുള്ള സമയമായിരുന്നു. ലേഡീസിന്റെ ഡോറിന്റെ ഭാഗത്തായിരുന്നു നവാസിന് ക്ലീനറായി നിന്നിരുന്നത്. കൺമഷിയൊക്കെ എഴുതിയ നാസിലയുടെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. തട്ടത്തിന്റെ ഇടയിലൂടെ അവളുടെ കണ്ണുകൾ അവൻ നോക്കിയിരുന്നു. അവൾ തിരിച്ചു നോക്കുമ്പോൾ അവൻ വേറെ എങ്ങോട്ടെങ്കിലും നോക്കുമായിരുന്നു. അങ്ങനെ പരസ്പരം അവരുടെ കണ്ണുകൾ പ്രണയം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷീദ് നാസിലെ തോണ്ടാൻ തുടങ്ങുന്നത്. അത് നവാസ് കാണുകയും ചെയ്തു. നാസിലയുടെ പുറകിൽ നിന്ന് റഷീദ് ജാക്കി വെക്കാൻ തുടങ്ങിയിരുന്നു. നാസില മുന്നിലേക്ക് നീങ്ങുന്തോറും റഷീദും ഒപ്പം നീങ്ങിക്കൊണ്ടിരുന്നു. സഹിക്കവയ്യാതെ നവാസ് ബെല്ലടിച്ച് ബസ് നിർത്തി. അവൻ റഷീദിനെ എടുത്ത് പുറത്തേക്ക് വലിച്ചിട്ട് ബസ്സിലുള്ള ആളുകളെല്ലാം നാട്ടുകാരും നോക്കി നിൽക്കെ അവനെ ആവശ്യത്തിന് തല്ലി. മലപ്പുറത്തന്ന് ഏറ്റവും ജനങ്ങൾ കണ്ട വലിയൊരു മലപ്പുറം തല്ലായി മാറി. അവിടെ നിന്ന് തുടങ്ങി നവാസും നാസിലയും തമ്മിലുള്ള പ്രണയം. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു തുടങ്ങി. മാസങ്ങളും വർഷങ്ങളുമായി നാട്ടിലത് പാട്ടായി. ഒപ്പം മമ്മദ് ഖാന്റെ ചായക്കടയിലും ഇത് ചർച്ചാവിഷയമായി മാറി തുടങ്ങി. കുന്നേൽ തറവാട്ടിലെ ഒരേ ഒരു പെൺകുട്ടി എന്ന ആളുകൾ പറഞ്ഞു തുടങ്ങി. ഒടുവിൽ നാസിലയ്ക്ക് നിക്കാഹ് നോക്കാമെന്ന് നാസിലയുടെ വീട്ടുകാരങ്ങ് തീരുമാനിച്ചു. സുഖമില്ലാത്ത ഉപ്പയും ഉമ്മയും ഒരു പെങ്ങളും അടങ്ങുന്ന 3 സെന്റിലുള്ള ഒരു കൊച്ചു വീട്. അതാണ് നവാസിന്റെ കുടുംബം. നവാസാണ് ഏക ആശ്രയം നവാസിന്റെ വീട്ടുകാർക്ക്. ഒടുവിൽ നാസിലയും കൊണ്ട് ഒളിച്ചോടുകയല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് നവാസ് തീരുമാനിച്ചു. അങ്ങനെയാണ് നാസിലയെ ഇറക്കിക്കൊണ്ട് അവൻ ബാംഗ്ലൂരിലേക്ക് മുങ്ങിയത്. അവിടെ താമസിക്കാൻ വീടും ജോലിയും എല്ലാം ഒപ്പം നിന്ന് നാസിലയെ നിക്കാഹ് കഴിക്കാൻ സഹായിച്ചതും എല്ലാം ഈ ഷാജിയായിരുന്നു. അതാണ് ഷാജിയോട് നവാസിന് ഇത്രയും വലിയ കടപ്പാട്. വീണ്ടും ഷാജിയുടെ ഫോൺ ബെല്ലടിച്ചു. സദാശിവേട്ടാ, ഞങ്ങൾ ഈ കോട്ടപ്പടി ജംഗ്ഷനിൽ 3 കൂടിയ സ്ഥലത്തുണ്ട്. നിങ്ങൾ എവിടെയാ? ഞാൻ നിങ്ങളെ കണ്ടു. നിങ്ങളുടെ കയ്യിൽ വണ്ടിയുണ്ടോ? അതോ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ എടുക്കണോ? സദാശിവേട്ടൻ ചോദിച്ചു. വേണ്ട സദാശിവേട്ടാ, ഞങ്ങളുടെ കയ്യിൽ കാറുണ്ട്. നിങ്ങൾ വേഗം വരൂ, നമുക്ക് പോകാം. എന്താടാ നിനക്കൊരു ഉഷാറില്ലാത്തത്? നവാസിനോട് ഷാജി ചോദിച്ചു. എന്താണെന്നറിയില്ല, ഭാര്യയും മക്കളെയും ഓർത്ത് എന്തോ ഒരു കുറ്റബോധം. നിനക്കറിയാലോ, ബാംഗ്ലൂരിൽ ഞാൻ 1 വർഷമാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയത്. അതിൻ്റെ ഇടയിൽ എൻ്റെ പെങ്ങൾ വന്നിരുന്നു. ബാംഗ്ലൂരിൽ നാട്ടിലെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. 1 മാസമെല്ലാം എൻ്റെ വീട്ടിൽ നാസിലയുടെ ആളുകൾ മാറി മാറി വന്നിരുന്നു. പിന്നെ ഈ ആഴ്ച വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലെ ഖത്തീബ് ഒരു മരണം വിളിച്ചറിയിച്ചു. കുന്നേൽ അബൂഹാജിയുടെ മകൾ നാസില 21 വയസ്സ് മരണപ്പെട്ടു എന്ന്. എൻ്റെ ഭാര്യയെ അവർ ജീവനോടെ കബറടക്കി. എനിക്കും അങ്ങനെ വാശിയായി. ഞാനും ജീവിതത്തിൽ പൊരുതാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഗൾഫിലേക്ക് പോയത്. 9 വർഷം കഷ്ടപ്പെട്ട് പ്രവാസിയായി ജോലി ചെയ്തു. ഒരു രാജകുമാരിയെ പോലെ നാസിലയെ ഞാൻ നോക്കി. എനിക്ക് വീടായി, കാറായി, എല്ലാ സൗകര്യങ്ങളുമായി. മാന്യമായി എൻ്റെ പെങ്ങളെ ഞാൻ നിക്കാഹം ചെയ്തയച്ചു. മതിയടാ, എല്ലാം എനിക്കറിയാവുന്നതല്ലേ, നവാസിനോട് ഷാജി പറഞ്ഞു. അപ്പോഴേക്കും സദാശിവേട്ടൻ വന്നു. ഇതാണോടാ നീ പറഞ്ഞ പുത്തൻ പണക്കാരൻ ഗൾഫുകാരൻ? അതേ സദാശിവേട്ടാ, ഇതാണ് നവാസ്. സദാശിവേട്ടൻ കൈ കൊടുത്തു നവാസിന്. എങ്കിൽ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് ഷാജി കാറെടുത്തു. പുറകിൽ നവാസും സദാശിവേട്ടനും ഇരുന്നു. കാർ നീങ്ങുമ്പോൾ സദാശിവേട്ടൻ ചോദിച്ചു, ഷാജി, എന്താണ് നവാസിനൊരു സന്തോഷമില്ലാത്തത്? അത് വേറെ ഒന്നുമല്ല സദാശിവേട്ട, നാളെ പുലർച്ചെ അവൻ ഗൾഫിലേക്ക് പോവുകയല്ലേ. ലീവെല്ലാം കഴിഞ്ഞു, അതിൻ്റെ വിഷമമാണ്. അല്ല സദാശിവേട്ട, എങ്ങനെ ഒപ്പിച്ചു ഈ പെണ്ണിനെ? നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി? ഷാജി ചോദിച്ചു. ഈ പെണ്ണ് വേറെ ആരും തന്നെ അല്ലടാ, നമ്മുടെ തെങ്ങ് കയറ്റക്കാരൻ നാണു ഇല്ലേ, ആ മരിച്ച നാണു. ആ എനിക്കറിയാം. അവൻ്റെ മകളാണ്. ഒരു മോളേ ഉള്ളൂ. ഇപ്പോൾ അമ്മ എന്തൊക്കെ അസുഖമായി കിടപ്പിലാണ്. എന്നോട് കുറച്ചുനാൾ മുന്നേ ഒരു ജോലി ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് അവൾ എന്നെ ഫോൺ വിളിച്ച് ഒരു 5000 രൂപ കടം ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നും ഇല്ല മോളെ, ഓട്ടോ ഓടിയിട്ട് വേണം എനിക്ക് തന്നെ ജീവിക്കാൻ. അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നും തന്നെ ഇല്ല. എനിക്കാണെങ്കിൽ ഭാര്യയും 3 മക്കളും ഇല്ലേ മോളെ എന്ന് പറഞ്ഞു. അതല്ല സദാശിവേട്ട, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനാണ്, ഒരു രക്ഷയുമില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഗൾഫിൽ നിന്ന് വന്നതാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ വായ്പ വാങ്ങിത്തരാം. നീ അവൻ്റെ കൂടെ ഒരു രാത്രി വെറുതെ സംസാരിച്ചിരുന്നാൽ മതി. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൾ മറുപടി ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു ശശികല. കുറച്ചു സമയം കഴിഞ്ഞു കാണും. അവൾ വീണ്ടും വിളിച്ചു. ശശികല എന്നോട് പറഞ്ഞു, ഞാൻ വരാൻ ചേട്ടാ. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ തീരെ സുഖമില്ല. കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇപ്പോൾ ഒരു 5,000 രൂപ വാങ്ങി തരാമോ? 4 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അപ്പോൾ എനിക്ക് ബാക്കി നിങ്ങൾ വാങ്ങി തന്നാൽ മതി എന്ന കരാർ പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 5,000 രൂപ അവൾക്ക് കൊടുത്തു. ഗൾഫുകാരൻ തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നവാസ് ചോദിച്ചു, ആ കുട്ടി നിങ്ങളോട് പണം കടം ചോദിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് എന്താ ചേട്ടാ നിങ്ങൾ കൊടുക്കാഞ്ഞത്? കുമാരേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ കച്ചവടം മാത്രമായിട്ടേ മോനെ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ നിനക്ക് ഒരുപാട് ഭാഗ്യമുണ്ടടാ നവാസേ. ആരും തൊടാത്ത ഒരു ഫ്രഷ് സാധനമല്ലേ. നീ ഭാഗ്യമുള്ളവനാണ്. നിന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്കാണ് ഭാഗ്യം. ഇനി എനിക്ക് പിന്നെ കസ്റ്റമറെ ഉണ്ടാക്കാം. ധൈര്യമായി ഇവളെ കൊണ്ട് നടന്ന് അങ്ങനെ എനിക്ക് പണം ഉണ്ടാക്കാമല്ലോ. ചെറുപ്പമല്ലേ, 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇതെല്ലാം കേട്ട് നവാസിന് എന്തോ കുറ്റബോധം തോന്നി തുടങ്ങി. ഞാൻ കാരണം എൻ്റെ കൈകൊണ്ട് ഒരു പെണ്ണ് നശിക്കുക, അതൊന്നും നവാസിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മനസാക്ഷി എന്നതൊരു സംഭവം നവാസിനെ വല്ലാതെ വേദനിപ്പിച്ചു. വേണ്ട ഷാജി, നമുക്ക് തിരിച്ചു പോകാം. അടുത്ത തവണ ഞാൻ വരുമ്പോൾ നോക്കാം. എനിക്കെന്തോ ഒരു വിഷമം പോലെ, അവൻ പറഞ്ഞു. അത് കേട്ട് സദാശിവേട്ടൻ പറഞ്ഞു, നിന്നെ ഞാൻ ഉഷാറാക്കി തരാമടാ. എടാ ഷാജി, അടുത്ത ഒരു കട കണ്ടാലേ അവിടെ ഒന്ന് നിർത്തിയേ. കുറച്ച് സാധനം തിന്നാനും ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കോ. ഞാൻ സ്വന്തമായി വാറ്റിയ വാറ്റുണ്ട് എൻ്റെ കയ്യിൽ. അതും പറഞ്ഞ് അരയിൽ നിന്നൊരു കുപ്പി എടുത്തു സദാശിവേട്ടൻ. കാർ ഒരു ഭാഗം സൈഡാക്കി നിർത്തി അവർ കാറിലിരുന്ന് 3 പേരും സദാശിവേട്ടൻ വാറ്റിയ വാറ്റ് കഴിച്ചു. നവാസ് ആദ്യം പറഞ്ഞു, എനിക്ക് വേണ്ട. ലാസ്റ്റ് അവരുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി അവൻ കുടി തുടങ്ങി. മദ്യത്തിൻ്റെ ലഹരിയിൽ നവാസിൻ്റെ മൂടാകെ മാറി. ഷാജിക്കും സദാശിവൻ ചേട്ടനും ഒരു ഉത്സവമായി തോന്നി അന്നത്തെ ദിവസം. ആ സമയം മദ്യത്തിൻ്റെ ലഹരിയിൽ കാർ മുന്നോട്ട് ഒരു 5 കിലോമീറ്റർ പോയപ്പോൾ സദാശിവ ചേട്ടൻ പറഞ്ഞു കാർ നിർത്താൻ. ഞാൻ ഇപ്പോൾ വരാം, ശശികലയും കൂട്ടി എന്ന് പറഞ്ഞ് നവാസിൻ്റെ കയ്യിൽ നിന്ന് 15,000 രൂപയും വാങ്ങി സദാശിവച്ചേട്ടൻ നടന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഒരു പെൺകുട്ടിയും കൂട്ടി സദാശിവൻ ചേട്ടൻ വരുന്നത് കണ്ടു. ഷാജി അടിമുടിയൊന്ന് നോക്കിയിട്ട് നവാസിനോട് പറഞ്ഞു, എടാ, ഇത് 20 വയസ്സൊന്നും തോന്നിക്കില്ല, സൂപ്പറാണെന്ന് പറഞ്ഞു. മദ്യലഹരിയിലാണെങ്കിലും നവാസിന് അവളെ മുഖത്ത് നോക്കിയപ്പോൾ കുറ്റബോധം തോന്നി തുടങ്ങി. മനസാക്ഷിയെ അത് പുറത്തെടുക്കണം എന്ന് തോന്നി. ശശികല കാറിൽ കയറിയപ്പോൾ നവാസിനെയും ഷാജിയെയും മാറി മാറി നോക്കി. സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട ഒരു മാനിനെ പോലെ അവൾ ഒന്ന് പേടിച്ചിരുന്നു. സദാശിവൻ ചേട്ടൻ ഷാജിയോട് പറഞ്ഞു, എടാ, ശ്രദ്ധിച്ചു പോകണം. ഞാൻ നക്ഷത്ര ഹോട്ടൽ റൂം പറഞ്ഞിട്ടുണ്ട്. നീ അവിടെ പോയി എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. റൂമിൻ്റെ താക്കോൽ അവർ നിനക്ക് തരും. പിന്നെ കാറിലുള്ള സാധനം അടിച്ച് നീ കാറിൽ കിടന്നോ. അവർ വരുമ്പോൾ വന്നാൽ മതി. ശരി. കാർ നീങ്ങാൻ തുടങ്ങി. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, യാ, നിന്റെ ഭാഗ്യമാണ്, അടുത്തേക്കിരുന്നു. എന്തിനാ നീ ഇങ്ങനെ വിട്ടിരിക്കുന്നത്? ഓ വേണ്ടടാ, നമുക്കിവളെ അവളുടെ വീട്ടിലിറക്കി നമുക്ക് തിരിച്ചു പോകാം. വേണ്ട, എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നു, അവൻ പറഞ്ഞു. നീ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്ക്, അപ്പോൾ നിന്റെ വിഷമം എല്ലാം പമ്പ കിടക്കും എന്ന് പറഞ്ഞു ഷാജി പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറി. മദ്യത്തിന്റെ ലഹരിയും AC-യിലെ തണുപ്പും അതുപോലെ തന്നെ ഹൈവേയിലെ നല്ല റോഡും അവൻ കാർ നല്ല രീതിയിൽ 100 സ്പീഡിൽ പൊയ്ക്കൊണ്ടേയിരുന്നു. നവാസ് അവനെ വഴക്ക് പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, നീ പേടിക്കണ്ടടാ, ഞാൻ വലിയ മൂടൊന്നുമല്ല. എനിക്കറിയാം, നീ ടെൻഷനൊന്നും ആകണ്ട. നിനക്ക് ഇനി ആകെ 4 മണിക്കൂറിലേ സമയമുള്ളൂ. പുലർച്ചെ നിന്നെ വീട്ടിലെത്തി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. അവൾ ഇതെല്ലാം കേട്ടും പറഞ്ഞും കണ്ടും പേടിച്ചെങ്ങനെ ആരോടും ഒന്നും മിണ്ടാതെ സൈഡിൽ തന്നെ ഇരുന്നു. ഒരു വളവെത്തുമ്പോൾ ഒരു ലോറി മുന്നിൽ. അതിനെ ഓവർടേക്ക് ചെയ്ത് ഷാജി കയറിപ്പോയി. പക്ഷേ എറണാകുളം കോഴിക്കോട് ബസ് വരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ്റെ ശ്രദ്ധ വിട്ടു. നേരെ കാറും ബസ്സുമായി കൂട്ടിയിടിച്ചു. കാറിൽ നിന്ന് ഷാജി തെറിച്ചു വീണു. ഒരു ലോറിയുടെ അടിയിലേക്ക് പോയി. അതിൻ്റെ മുൻവശത്തെയും പുറകുവശത്തെയും ചക്രം കയറി ഇറങ്ങി. തത്സമയം ഷാജി അവിടെ തന്നെ കിടന്നു മരിച്ചു. ബസ് സൈഡിലേക്ക് പോയ ഒരു മതിൽ പൊളിച്ച് ബസ്സിലുള്ള ഡ്രൈവർക്കും ചില ആളുകൾക്കും ഗുരുതരമായി പരിക്കും പറ്റി. എല്ലാവരും ഓടിക്കൂടി. ഹൈവേ മൊത്തം ഫയർഫോഴ്സും അതുപോലെ തന്നെ ആംബുലൻസുമായി ആളുകൾ നിറഞ്ഞു കവിഞ്ഞു.
ഒടുവിൽ എല്ലാവരെയും നാട്ടുകാരും ആളുകളും എല്ലാം ചേർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആംബുലൻസ് 2ഉം 3ഉം ആയി ആളുകളുമായി ചീറിപ്പാഞ്ഞു. കോഴിക്കോട് നടക്കാവ് ഹോസ്പിറ്റൽ. സമയം പുലർച്ചെ 4 മണി. ഫോണിലേക്ക് വിളിച്ചിട്ടൊന്നും തന്നെ കിട്ടുന്നില്ല. പല കൂട്ടുകാരെയും എല്ലാവരെയും നാസില വിളിച്ചുകൊണ്ടേയിരുന്നു. ആർക്കും അറിയില്ല നവാസ് എങ്ങോട്ട് പോയെന്ന്. 5:30-ക്കാണ് കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് നവാസിന്. 5 മണിയായപ്പോൾ നാസിലയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നിങ്ങൾ നവാസിന്റെ ആരെങ്കിലും ആണോ എന്ന ചോദ്യം. എന്തു മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം അവൾ ചിന്തിച്ചു. ഒടുവിൽ പറഞ്ഞു, ഞാൻ ഭാര്യയാണ്. ഇത് കോഴിക്കോട് നടക്കാവ് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇവിടെ ഹൈവേയിൽ ഒരു കാറും ബസ്സും കൂട്ടിയിടിച്ചു. കാറിൽ ഒരു സ്ത്രീയും വേറൊരാളും ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് ഡ്രൈവറാണെങ്കിൽ റോഡരികിലേക്ക് തെറിച്ചു വീണു. പക്ഷേ കാറിലുണ്ടായിരുന്ന 3 പേരും മരിച്ചു. ബസ്സിലുള്ള എല്ലാവർക്കും ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ആരും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ നാസില അവിടെ തന്നെ ബോധം കെട്ട് വീണു. ഉമ്മ ഫോണുമായി ബോധം കെട്ട് വീഴുന്നത് കണ്ട് മൂത്ത കുട്ടിയും താഴത്തെ കുട്ടിയും ഓടി വന്ന് കുട്ടികളുടെ കരച്ചിൽ കേട്ട് അയൽവാസികളിൽ നിന്ന് പലരും നാട്ടുകാരും എല്ലാം ആളുകൾ ഓടിക്കൂടി. കുടിവെള്ളമെടുത്ത് നാസിലയുടെ മുഖത്ത് തളിച്ചു. നാസിലയ്ക്ക് ബോധം വരുമ്പോൾ നാസില 2 മക്കളെയും കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു. സുബഹി നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ പള്ളിയിൽ നിന്ന് മുക്രി മൈക്കിലൂടെ നവാസിന്റെയും ഷാജിയുടെയും മരണവാർത്ത അറിയിക്കുന്നു. പുലർച്ചെ 5:30-നുള്ള ഫ്ലൈറ്റിൽ ദുബൈയിലേക്ക് പോകാനുള്ള നവാസിന്റെ മൃതശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നവാസിന്റെ വീടിന്റെ ഉമ്മറത്ത് കിടത്തിയിട്ടുണ്ട്. ആളുകൾ വന്നുകൂടുന്നു. മാധ്യമങ്ങൾ വാർത്തകളാക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ അപകടം, കൂടുതൽ ആളുകൾക്ക് പരിക്ക്, 3 മരണം. മാധ്യമങ്ങൾ ഓരോന്നായി പുറത്തു വിട്ടുകൊണ്ടേയിരുന്നു. വാർത്തകൾ ജനങ്ങൾ ആ നാടിന്റെ മൊത്തം കണ്ണീരായി. കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്ന ഷാജിക്കും നവാസിനും അടുത്തടുത്തായി 2 കബറിടം പള്ളിയിൽ ഒരുങ്ങി. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയ ശശികല അവളുടെ മൃതശരീരവും വീട്ടുവളപ്പിലടക്കി. മാസങ്ങൾ കടന്നുപോയി. ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. ആരുടെയും മുന്നിൽ നാസില കൈനീട്ടി ചെന്നതുമില്ല. സ്വന്തം ജനിപ്പിച്ച ഉപ്പയും ഉമ്മയും കൂടപ്പിറപ്പുകളും ഒന്നും തന്നെ തിരിഞ്ഞു നോക്കിയില്ല നാസിലയെ. നാസിലയുടെ മനസ്സിൽ അപ്പോഴും ഒരു ചോദ്യം മാത്രം ചോദ്യചിഹ്നമായി നിന്നു. ആരാണ് ആ സ്ത്രീ? ആ പെൺകുട്ടി എന്തിന് നവാസ്ക്കായുടെ കാറിൽ കയറി? ആ ഒരു ചോദ്യചിഹ്നം മാത്രമായി ഉത്തരം കിട്ടാതെ നിന്നത്. ഒരു 7 മാസങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് നാസിലേക്ക് ഒരു ഫോൺ വന്നു. ഗൾഫിൽ നവാസ് ജോലി ചെയ്ത കമ്പനിയിൽ നിന്നാണ്. ഇവിടെ മാനേജ്മെന്റിന്റെ ഒരു തീരുമാനമുണ്ട്. നവാസിന്റെ ജോലി നിങ്ങൾക്ക് തരാമെന്ന്. നിങ്ങൾക്ക് ജോലി തരാൻ ഞങ്ങൾ ഉറപ്പിച്ചു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ജോലിയിൽ കയറാം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നാസിലയ്ക്ക് അതൊരു ആശ്വാസവാക്കുകളായി. അവൾ തീരുമാനിച്ചു, മക്കൾക്ക് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണം എന്ന്. അവൾ ജോലിയിൽ തുടരാൻ തന്നെ തീരുമാനിച്ചു. പോകുന്നതിന് മുൻപ് നാസില നവാസിന് ആക്സിഡന്റ് ആയ പേപ്പർ സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് ആ മരിച്ച പെൺകുട്ടിയുടെ അഡ്രസ്സ് എടുത്ത് അവളുടെ വീട്ടിൽ നാസില പോയി. അവളുടെ അമ്മ കിടപ്പിലായിരുന്നു. ആ അമ്മ പറഞ്ഞു, ഒരു ഗൾഫുകാരൻ വന്നിട്ടുണ്ട്, അവൻ മുഖാന്തരം ജോലിയുണ്ട് എന്ന് പറഞ്ഞ് സദാശിവേട്ടൻ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോയതാണെന്ന്. നാസില വേറെ ഒന്നും ചിന്തിച്ചില്ല. കാരണം നവാസ് നല്ലവനായിട്ട് നാസില ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇവർ അത്രയും കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ വല്ല ജോലിയും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നവാസ് ശശികലയെ കൊണ്ടുപോയതാകാം എന്ന് ചിന്തിച്ചു നാസില. കയ്യിൽ കരുതിയ 5000 രൂപ ആ അമ്മയുടെ തലയിണയ്ക്കിടയിൽ വെച്ച് നാസില പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ഞാൻ എല്ലാ മാസവും അയച്ചു തരാം. ഞാൻ അടുത്ത മാസം ദുബൈയിലേക്ക് പോവുകയാണെന്ന്. മൂത്ത മകന് 13 വയസ്സേ ആയിട്ടുള്ളൂ, ചെറിയ മോൾക്ക് 8 വയസ്സ്. മൂത്ത മകനെ അടുത്തിരുത്തി നാസില പറഞ്ഞു, മോനെ, ഞാൻ ഉപ്പച്ചിയുടെ ജോലിക്ക് ദുബൈയിലേക്ക് പോവുകയാണ്. നമുക്ക് ജീവിക്കണം. നമുക്ക് ആരുടെ മുന്നിലും നമ്മൾ കൈനീട്ടാൻ പാടില്ല. നമ്മുടെ ഉപ്പ നമ്മളെ അതാണ് പഠിപ്പിച്ചത്. ഉപ്പാന്റെ ജീവിതവും അതാണ് നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ മോളെയും കൂട്ടി പോകാം. നീ ഇവിടെ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കണം. കാരണം ഉപ്പച്ചിയെ നമുക്ക് ഒറ്റക്കിട്ട് പോയാൽ ഉപ്പച്ചിക്ക് സങ്കടമാകും. നീ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കരിച്ച് ഉപ്പച്ചിയുടെ കബറിടത്തിൽ പോയി ദുആ ചെയ്യണം. എന്നും ഉപ്പച്ചിക്ക് വേണ്ടി ഒരു യാസിന് മോദണം. ഞാൻ ചെയ്യാം ഉമ്മച്ചി. ഞാൻ ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും വേണ്ടി ഞാൻ ഇവിടെ നിന്നോളാം. എല്ലാ ആഴ്ചയിലും ഞാൻ ഉപ്പച്ചിയുടെ കബറിടത്തിൽ പൊയ്ക്കൊള്ളാം. ഉമ്മച്ചി ധൈര്യമായി പൊയ്ക്കൊള്ളൂ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇന്നും നാസില ആ വീട്ടിലുണ്ട്. കോഴിക്കോടുള്ള, അതായത് നവാസ് ഉണ്ടാക്കി കൊടുത്ത അതേ വീട്. അതുപോലെ ഒന്നും തന്നെ മാറ്റം ചെയ്യാതെ ഇന്നും നവാസിന്റെ ഓർമ്മകളുമായി നാസില ആ വീട്ടിലുണ്ട്.
മോൻ ഗൾഫിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ മാനേജറായി ജോലി ചെയ്യുന്നു. വലിയ ശമ്പളവുമായി. മോൾ പഠിച്ചൊരു ഡോക്ടറായി. ഇവിടെ കോഴിക്കോട് തന്നെ പേരുകേട്ട ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നു. പ്രവാസിയുടെ ഭാര്യയായിട്ടും പ്രവാസിയായിട്ടും ആ വീട്ടിൽ ഇന്ന് നവാസിൻ്റെ ഓർമ്മകളുമായി നാസില അങ്ങനെ കഴിയുന്നു.